ഈ വീഡിയോയിൽ നമ്മൾ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന പാർട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഇതിലേതാണ് നമ്മളുടെ അരിതമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി കേട്ടാ? ഏതാണ് ഇതിനകത്തുള്ള കറക്റ്റ് ശ്രേണി എന്ന് കണ്ടുപിടിക്കാം. സമാന്തര ശ്രേണി ഏതാണ്? അപ്പൊ നമ്മൾ ഏത് പറയും? 1 3 5 7 ആണോ? അരിതമെറ്റിക് സീക്വൻസ് ആണോ എന്നറിയാൻ വേണ്ടി ഇതിന്റെ എന്തെടുക്കണം? നമ്മള് കോമൺ ഡിഫറൻസ് എടുക്കണം. എന്തെടുക്കണം? പൊതു വ്യത്യാസം എന്ന് മലയാളത്തിൽ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിനെ നമുക്ക് എഴുതാം. മലയാളത്തിൽ നമുക്ക് പൊതു വ്യത്യാസം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേബിളിൽ നിന്ന് ഒന്നാമത്തെ ടേബിൾ കുറയ്ക്കുന്നതിനെയാണ് അതിന് വിളിക്കുന്നത് കോമൺ ഡിഫറൻസ്. മനസ്സിലായോ? എന്താണ്? രണ്ടാമത്തെ ടേബിളിൽ നിന്ന് ഒന്നാമത്തെ ടേബിൾ കുറയ്ക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ, അല്ലാതെ മൂന്നാമത്തെ ടേബിളിൽ നിന്ന് ഒന്നാമത്തെ ടേബിളിനെ കുറയ്ക്കരുത്. മൂന്നാമത്തെ ടേബിളിൽ നിന്ന് ഒന്നാമത്തെ ടേബിളിനെ കുറയ്ക്കരുത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ അത് കോമൺ ഡിഫറൻസ് അല്ല. മനസ്സിലായില്ലേ? മൂന്നാമത്തെ ടേബിളിൽ നിന്ന് രണ്ടാമത്തെ ടേബിൾ കുറയ്ക്കാം. അത് കുറച്ചാലും അതെന്താണ്? കോമൺ ഡിഫറൻസ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറയ്ക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം. ഇതാണ് ടേം. ഇപ്പൊ അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഈ ചാപ്റ്റർ ഫുള്ള് പഠിക്കുമ്പോൾ ഇത് മനസ്സിലാകണം. മനസ്സിലായോ? അപ്പോ ഈ പദത്തിൽ നിന്ന് ഈ പദം എന്ത് ചെയ്യണം? കുറയ്ക്കണം. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കണം. അപ്പൊ 3ൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പൊ 3ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ ആൻസർ എത്ര കിട്ടി? 2. കോമൺ ഡിഫറൻസ് 2. അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ, 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുക? 2. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് 2 ആണ്, ഇതും 2 ആണ്, ഇതും 2 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 2 ആണ്. അങ്ങനെയുള്ളതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അരിതമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. അപ്പൊ ഇത് അരിതമെറ്റിക് സീക്വൻസ് ആണോ? ആണ്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞേ, ഇതോ 5ൽ നിന്ന് 10 എത്ര ഡിഫറൻസ്? 10ൽ നിന്ന് 50 എത്ര ഡിഫറൻസ്? ആണോ? ആണ്. അപ്പൊ ഇതോ 3ൽ നിന്ന് 6, 6ൽ നിന്ന് 9 എത്ര ഡിഫറൻസ്? 3. കോമൺ ഡിഫറൻസ് ആണോ? ആണ്. ഇതോ 80ൽ നിന്ന് 75 എത്ര കുറഞ്ഞു? അതായത് ഇതിൽ നിന്ന് കൂട്ടി എത്ര കുറയ്ക്കണം? 5. കുറച്ച് കുറച്ച് പോകണം അല്ലേ? അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര? -5. എത്രയാണ്? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര? -5. അപ്പൊ അരിതമെറ്റിക് സീക്വൻസ് ആണോ? ആണ്. കണ്ട, ഒരേ രീതിയിൽ കുറഞ്ഞു പോയാലും ഒരേ രീതിയിൽ കൂടി പോയാലും എല്ലാം ഇത് തന്നെ ഒരു വ്യത്യാസം ഉണ്ടായാൽ മതി. അപ്പൊ അരിതമെറ്റിക് സീക്വൻസ് എന്താന്ന് മനസ്സിലായല്ലോ. നീ ഇവിടെ നോക്കിയേ, 6ൽ നിന്ന് 12 എത്ര ഡിഫറൻസ്? 6. ഇവിടുന്നോ 3. ആണോ? അല്ല. ഇതെന്തല്ല? അരിതമെറ്റിക് സീക്വൻസ് അല്ല. ഇനി ഇവിടെ നോക്കിയേ, 11ൽ നിന്ന് 14 എത്ര? 3. 14ൽ നിന്ന് 18 എത്രയാ? 4. 18ൽ നിന്ന് 22 എത്രയാ? 4. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ആദ്യം തെറ്റിപ്പോയി. ഇവിടെ 2 4 വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആദ്യത്തെ എന്ത് ചെയ്തു? തെറ്റിപ്പോയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? അരിതമെറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ ഇതിന് എന്ത് മനസ്സിലായി? അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി ആവണമെന്നുണ്ടെങ്കിൽ അതിനൊരു പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കത്തുള്ളൂ? അരിതമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയില്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാമോ? ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ ഇതാ. റിമൈൻഡർ 1 ഡിവിഷൻ ബൈ 4 ഇങ്ങനെ വന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? അരിതമെറ്റിക് സീക്വൻസിൽ ഒട്ടുമിക്കപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണും. ഇങ്ങനെ വരുമ്പോൾ ചിന്തിക്കാൻ എന്താ ഉള്ളത്? ആരെയാണ് ഡിവിഷൻ ചെയ്യുന്നത് പറഞ്ഞെന്ന് ഓർമ്മയില്ലേ? ഡിവിഷൻ ബൈ 4 ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ച് എന്തെടുക്കണം? അതിന്റെ എന്തെടുക്കണം? മൾട്ടിപ്ലിക്കേഷൻ എടുക്കണം. അങ്ങനെ എഴുതും. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 4. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ആദ്യം 0, 4 into 1 4, 4 into 2 8, 4 into 3 12. ഇങ്ങനെ പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ്. ഡിവിഷൻ ബൈ 2 വന്നാൽ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷൻ ബൈ 3 വന്നാൽ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷൻ ബൈ 6 വന്നാൽ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ. ക്ലാസ്സിൽ ചെയ്തതാ. എന്നിട്ട് എന്താ ചെയ്യുക? റിമൈൻഡർ എത്രയാണോ പറഞ്ഞിരിക്കുന്നത്?
ആ റിമൈൻഡർ 1. ഈ 1 എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പം +1 പൂജ്യത്തിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 1, 4 കൂട്ടുമ്പോൾ 5, 8ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 9, 12ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 13. അപ്പൊ നമുക്ക് കിട്ടിയ സീക്വൻസ് ഏതാ? താഴോട്ട് എഴുതാം. 1, 5, 9, 13. ഇങ്ങനെ പോകുന്നില്ലേ? സംഭവം മനസ്സിലായോ? ഡിവിഷൻ ബൈ 4 എന്ന് പറഞ്ഞാൽ അതിന്റെ എന്തെടുക്കണം? മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക. റിമൈൻഡർ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതെന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പുതിയൊരു സീക്വൻസ്. കണ്ടോ? ഇനി ഇതിന് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യണ്ടേ? ഇതിന്റെ കോമൺ ഡിഫറൻസ് നോക്കിയേ. 1ൽ നിന്ന് 5ലേക്കുള്ള ദൂരം എത്രയാ? 4. 5ൽ നിന്ന് 9ലേക്ക് 4, 9ൽ നിന്ന് 13ലേക്ക് 4. അപ്പൊ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? യെസ്. നമ്മൾ എന്താ എഴുതുക? റീസൺ ഹിയർ കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ഇൻ ദിസ് സീക്വൻസ്. കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ഇൻ ദിസ് സീക്വൻസ്. ഇറ്റ് ഈസ് എ അരിത്മെറ്റിക് സീക്വൻസ്. ഇതാണ് റീസൺ എഴുതേണ്ടത്. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതുക. 5ൽ നിന്ന് ആരെ കുറയ്ക്കണം? 1നെ കുറയ്ക്കണം. അല്ല 1ൽ നിന്ന് 5നെ അല്ല കുറയ്ക്കണം. 1ൽ നിന്ന് 5നെ അല്ല കുറയ്ക്കട്ടെ. 9ൽ നിന്ന് 1നെ അല്ല കുറയ്ക്കട്ടെ. 5ൽ നിന്ന് 1, അല്ലെങ്കിൽ 9ൽ നിന്ന് 5നെ. തൊട്ടടുത്ത നമ്പറെ കുറയ്ക്കാം, മുമ്പിലുള്ള നമ്പർ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു 5 - 1. ആൻസർ ഈസ് 4. കോമൺ ഡിഫറൻസ് എത്രയാണ്? 4. ക്ലിയർ ആണോ? പറഞ്ഞ ആരും ക്ലിയർ ആണോ? ഇപ്പൊ കോമൺ ഡിഫറൻസ് എഴുതാൻ പറഞ്ഞു. റീസൺ എന്താ? കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ഇൻ ദിസ് സീക്വൻസ്. മനസ്സിലായില്ലേ? മനസ്സിലായോ? അതുകൊണ്ട് ഹിയർ ഇറ്റ് ഈസ് എ അരിത്മെറ്റിക് സീക്വൻസ്. എഴുതിക്കൂടെ? പെട്ടെന്ന് മനസ്സിലാക്കി. ഇവിടെ റിമൈൻഡർ ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ. ഡിവിഷൻ 5, റിമൈൻഡർ ആദ്യത്തത് 1. അടുത്ത റിമൈൻഡർ എത്രയാ? 2ന്റെ. നേരത്തെ എഴുതിയത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഒന്നേന്ന് തന്നെ എഴുതണം, എങ്കിലേ മനസ്സിലാവത്തുള്ളൂ. റിമൈൻഡർ 2. അപ്പൊ ഇവിടെ 0യുടെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 2 ആഡ് ചെയ്യണം. 2 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? 2. 4ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 6. 8ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 10. 12ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 14. കണ്ടോ? ഇനി 4 എന്ന് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? 1 or 2 എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? ഇപ്പൊ രണ്ടിനെയും കൂടി മിക്സ് ചെയ്തങ്ങ് എഴുതണം. മനസ്സിലായോ? സീക്വൻസ് രണ്ടിനെയും കൂടി മിക്സ് ചെയ്ത് എഴുതണം, ഓർ വന്നതുകൊണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? 1, അടുത്ത 2, അടുത്ത മുകളില് 5, താഴെ 6. ആ ഒരു ഓർഡറിൽ 9, 10, 13, 14 ഇങ്ങനെ പോകും. പറഞ്ഞ ആരും ക്ലിയർ ആയോ? രണ്ടിനെയും കൂടി മിക്സ് ചെയ്ത് എഴുതണം. അത് ഓർഡറിൽ എഴുതണം, ഒരു അസെൻഡിങ് ഓർഡറിൽ തന്നെ എഴുതണം. അത് ഇവിടുന്ന് 1 എടുത്തു, ഇവിടുന്ന് 2, ഇവിടുന്ന് 5, ഇവിടുന്ന് 6, ഇവിടുന്ന് 9, ഇവിടുന്ന് 10 എഴുതുന്ന കണ്ടോ? ഇനി നോക്കിയേ, സീക്വൻസ് ആണോ നോക്കിയേ. 1ൽ നിന്ന് 2ലേക്കുള്ള ദൂരം 1, 2ൽ നിന്ന് 5ലേക്കുള്ള ദൂരം എത്രയാ? 3. കോമൺ ഡിഫറൻസ് ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കോമൺ ഡിഫറൻസ് ഇസ് നോട്ട് സെയിം, സോ ഇറ്റ് ഈസ് നോട്ട് എ അരിത്മെറ്റിക് സീക്വൻസ്. പറഞ്ഞുകൂടാത്തതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു? നാച്ചുറൽ നമ്പർ എഴുതുന്നു. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ. അപ്പൊ 1ന്റെ സ്ക്വയർ എന്താ? 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9 ആൻഡ് 16 ഇങ്ങനെ പോകും. അപ്പൊ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ എന്താ? 1, 4, 9, 16 ഇതാണ് നമുക്ക് കിട്ടിയ സീക്വൻസ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പൊ അതിന്റെ കോമൺ ഡിഫറൻസ് എത്ര? 1ൽ നിന്ന് 4ലേക്കുള്ള ദൂരം, ദാറ്റ് ഈസ് 4ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 3, അടുത്ത 9ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 5. ഇവിടെ തന്നെ കോമൺ ഡിഫറൻസ് തെറ്റിപ്പോയി. അപ്പൊ നമുക്ക് പറയാം എന്താണ്? കോമൺ ഡിഫറൻസ് ഇസ് നോട്ട് സെയിം, സോ അരിത്മെറ്റിക് ഈസ് നോട്ട് എ അരിത്മെറ്റിക് സീക്വൻസ്. ക്ലിയർ അല്ലേ? റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ. അപ്പൊ ഇവിടെ നമുക്ക് നാച്ചുറൽ നമ്പർ വീണ്ടും വായിക്കണ്ടേ?
നാച്ചുറൽ നമ്പർ 1 2 3 4 5 ഇതാണ് നാച്ചുറൽ നമ്പർ അല്ലേ? ഇത് റെസിപ്രോക്കൽ എഴുതണം. റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? തിരിച്ചിടുക എന്നുള്ളതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റെസിപ്രോക്കൽ. ഒരു നമ്പറിനെ എന്ത് ചെയ്യണം? തിരിച്ചിടണം. തിരിച്ചിടണമെങ്കിൽ എന്ത് ചെയ്യണം? മുകളിലും താഴെയും നമ്പർ ഉണ്ടായിരിക്കണം. ശ്രദ്ധിക്കണം, തിരിച്ചിടണമെങ്കിൽ മുകളിലും താഴെയും നമ്പർ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഈ ഒരു നമ്പര് എങ്ങനെയാ തിരിച്ചിടുന്നേ? 4/1. ഇങ്ങനെ തിരിച്ചിടുന്ന എങ്ങനെയാ? 4/1. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ താഴെ ഉണ്ടോ? ഇല്ല. താഴെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? താഴെ ഇട്ട് കൊടുക്കണം. എങ്ങനെ ഇട്ട് കൊടുക്കും? ബൈ വൺ ബൈ വൺ ബൈ വൺ ബൈ വൺ ബൈ വൺ വൺ ഇട്ട് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് ഇതിനെ തിരിക്കണം. അപ്പൊ എങ്ങനെ തിരിയും? അത് തന്നെ 1/2 1/3 1/4 1/5. ക്ലിയർ അല്ലേ? അപ്പൊ സീക്വൻസ് കിട്ടിയത് എന്താ? 1/1 1/2 1/3 1/4 ഇങ്ങനെ പോകും. ഇതാണ് നമുക്ക് കിട്ടിയ സീക്വൻസ് റെസിപ്രോക്കൽ. ഇനി ഇതിനെ എന്തെടുക്കണം? കോമൺ ഡിഫറൻസ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എടുക്കുന്നത് എങ്ങനെയാ? 1/2 നിന്ന് ആരെ കുറയ്ക്കണം? 1/1 കുറയ്ക്കണം. എങ്ങനെയാ കുറയ്ക്കുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലൈ. 1നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1 മൈനസ് 2നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 2നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2 അല്ലേ? അപ്പൊ 2ൽ നിന്ന് 1 കുറയ്ക്കുക. -1 അല്ലേ? ബൈ 2. കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 1/2. ഇനി അടുത്തത് ഇതിൽ നിന്ന് ഇതിനെ കുറയ്ക്കണം. എപ്പോഴും അങ്ങനെ കുറയ്ക്കാം. കണ്ടോ കുറയ്ക്കുന്നത്? 1/3 നിന്ന് ആരെ കുറയ്ക്കണം? 1/2നെ കുറയ്ക്കണം. എങ്ങനെയാണെന്ന് പറഞ്ഞേ? ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ. 2 × 1 2. അതിനോട് ആരെങ്കിലും ഉണ്ടോ? ഇത് 3 × 1 3 3 × 2 6. 3ൽ നിന്ന് 2 കുറച്ചാൽ 3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോ 1. എന്ത് 1? -1. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. -1/6. കോമൺ ഡിഫറൻസ് ഈക്വൽ ആണോ? അല്ല. അപ്പൊ ഇവിടെ എന്ത് എഴുതും? കോമൺ ഡിഫറൻസ് ഇസ് നോട്ട് സെയിം, സോ ഇറ്റ് ഈസ് നോട്ട് ആഡ്മാറ്റിക് സീക്വൻസ്. സെറ്റല്ലേ? പവർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 2ന്റെ പവർ 2 2 2. 3യുടെ ആണെങ്കിലോ 3യുടെ പവർ. 4 ആണെങ്കിലോ 4ന്റെ പവർ. എന്തുവാണെങ്കിലും ഇട്ട് നമുക്ക് ചെയ്ത് പോവാം. അപ്പൊ ആൻസർ എന്താ വരും? 2 4 8 ഇങ്ങനെ പോകും. കോമൺ ഡിഫറൻസ് എന്താ വരിക? 4 - 2. ആൻസർ ഈസ് 2. അടുത്ത എത്ര വരിക? 8 - 4. ആൻസർ ഈസ് 4. കോമൺ ഡിഫറൻസ് സെയിം ആണോ? അല്ല. അപ്പൊ എന്തെഴുതാം? നേരത്തെ എഴുതിയതുപോലെ തന്നെ എന്തെഴുതാം? കോമൺ ഡിഫറൻസ് ഈസ് നോട്ട് സെയിം, സോ ഇറ്റ് ഈസ് നോട്ട് ആഡ്മാറ്റിക് സീക്വൻസ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത രണ്ടാമത്തെ സെറ്റ് ഏതൊക്കെയാ പറഞ്ഞേ? 1 3 5 7 അല്ലേ? ഹാഫ് ഓഫ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാഫ് എടുക്കാം. 1ന്റെ ഹാഫ് എന്താ? 1ന്റെ ഹാഫ് 0 ആണോ? 1/2 അല്ലെങ്കിൽ 0.2. 3ന്റെ ഹാഫോ? 3ന്റെ ഹാഫ് എന്താ? 1.5. 1/2. 5യുടെ ഹാഫോ? 2 1/2. 7ന്റെ ഹാഫോ? 3 1/2. ഇങ്ങനെ പോകും അല്ലേ? ഇനി ഇതിന്റെ കോമൺ ശ്രദ്ധിക്കണേ. ഇവിടെ കോമൺ ഡിഫറൻസ് 1.5ൽ നിന്ന് ആരെ കുറയ്ക്കണം? 1.5ൽ നിന്ന് ആരെ കുറച്ചാൽ എത്ര കിട്ടും? 1. കണ്ടോ? അടുത്തത് 2.5ൽ നിന്ന് 1.5 കുറയ്ക്കണം. ആൻസർ ഈസ് 1. കോമൺ ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം? കോമൺ ഡിഫറൻസ് ഈസ് എക്സിസ്റ്റ് സെയിം, സോ ഇറ്റ് ഈസ് ആഡ്മാറ്റിക് സീക്വൻസ്. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? അരേ എങ്ങനെ എഴുതാം? 0.5 1.5 2.5. നിങ്ങൾ ഇങ്ങനെ കാണുവാണെങ്കിൽ അതെന്തല്ല? തെറ്റല്ല. ഇങ്ങനെയും എഴുതാം. മനസ്സിലായോ? 1.5 അര കുറച്ചാൽ അത് തന്നെ 1. 2 1.5 കുറച്ചാൽ 1. കോമൺ ഡിഫറൻസ് ഇവിടെ എക്സിസ്റ്റ് സെയിം ആണ്, സോ ഇറ്റ് ഈസ് എ ആഡ്മാറ്റിക് സീക്വൻസ്. സെറ്റ് അല്ലേ?